السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله العظيم. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഒരു പ്രസംഗത്തിന് ശേഷം രണ്ടാമത് വീണ്ടും മറ്റൊരു പ്രസംഗത്തിന് വേണ്ടി നമ്മൾ ഒത്തുകൂടിയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടി അള്ളാഹുവിൻ്റെ ഖുർആനിലെ വചനങ്ങൾ ചർച്ച ചെയ്യുന്ന ആളുകളുടെ മേൽ, പള്ളിയിലല്ലെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന ഉണ്ടാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ സന്നിധിയിൽ വെച്ച് അവൻ്റെ മുഖറബീങ്ങളായ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്കും പ്രാർത്ഥിക്കാം, അള്ളാഹു നമ്മളിൽ നിന്നും ഇത് ഒരു സാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. സ്വർഗത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും, നമ്മുടെ ഇണകളുടെയും മക്കളുടെയും മാതാപിതാക്കളുടെയും കൂടെ ഇതുപോലെ ഒരുമിച്ച് കൂട്ടിത്തരികയും ചെയ്യുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് ചെയ്തിട്ടുള്ള ദൗത്യം അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഓതിക്കൊടുത്ത് അവരെ സംസ്കാര സമ്പന്നരാക്കി എന്നുള്ളതാണ്. നമുക്കൊക്കെ അറിയാവുന്ന, ഞാൻ ഓതി വെച്ച ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും, അവനാകുന്നു അള്ളാഹു നിരക്ഷരിൽ നിന്ന് ഒരു പ്രവാചകനെ നിയോഗിച്ചവൻ. എന്താണ് ആ പ്രവാചകൻ ചെയ്തത്? യത്ലു അലൈഹിം ആയാതിഹി, അവന്റെ ആയത്തുകൾ അവർക്ക് ആ പ്രവാചകൻ ഓതിക്കൊടുക്കും. വയുസക്കീഹിം, എന്നിട്ട് അത് മുഖേന അവരെ സംസ്കരിക്കുകയും ചെയ്യും. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, ഇതിനു മുമ്പ് അവർ വളരെ വ്യക്തമായ വഴികേടിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ദൗത്യം അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കൊടുത്ത് വഴികേടിലായിരുന്ന ഒരു ജനതയെ സംസ്കാര സമ്പന്നരാക്കി എന്നുള്ളതാണ്. ഇതുതന്നെയാണ് ഖുർആൻ വരുത്തിയിട്ടുള്ള പരിവർത്തനവും. ചരിത്രകാരൻ എഡ്വാർഡ് ഗിബ്ബൺ അദ്ദേഹത്തിന്റെ ദ ഡിക്ലൈൻ ആൻഡ് ഫാൾ ഓഫ് ദി റോമൻ എംപയർ എന്ന ഗ്രന്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയുക്തനാക്കപ്പെടുന്ന ആ കാലഘട്ടത്തിലെ ജാഹിലിയ അറബികളെ കുറിച്ച് രേഖപ്പെടുത്തി വെച്ചത്, ദ ഹ്യൂമൻ ബ്രൂട്ട് ഓൾമോസ്റ്റ് വിത്തൗട്ട് സെൻസസ് ഈസ് പൂർലി ഡിസ്റ്റിംഗ്വിഷ്ഡ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദി ആനിമൽ ക്രിയേഷൻ എന്നാണ്. ഒരു മനുഷ്യ മൃഗം മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് അവനെ വ്യത്യസ്തനാക്കുന്ന, വ്യതിരിക്തനാക്കുന്ന ഒരൊറ്റ ഗുണവും അവന് പറയാനില്ല. മൃഗത്തെക്കാൾ അധപതിച്ചവനാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അറബികൾ എന്നാണ്. എന്തായിരുന്നു അവരുടെ ജീവിതമെന്ന് നമുക്കറിയാം. അവരുടെ കവികൾ എഴുതിയത് 3 സുഖങ്ങൾ മാത്രമാണ് യുവാക്കൾക്ക് വിധിച്ചത്. നുരച്ചു പൊന്തുന്ന കള്ള് കോപ്പയിൽ മതിവരുവോളം മോന്തുക, കോരിച്ചൊരിയുന്ന മഴയത്ത് സുന്ദരികളായ സ്ത്രീകളുമായി രമിക്കുക, ചുവന്ന കുതിരപ്പുറത്ത് അങ്ങാടികളിൽ പോയി ഗോത്രമഹിമയുടെ പേരിൽ, കുലത്തിന്റെ പേരിൽ, തറവാടിത്തത്തിന്റെ പേരിൽ പോർവിളി മുഴക്കി യുദ്ധം ചെയ്യുക. ഈ 3 അവരുടെ ജീവിതത്തിന്റെ മുദ്രാവാക്യം, ജീവിതത്തിന്റെ സുഖം. വാർ, വൈൻ, വുമൺ എന്ന് 3 Ws എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് ഇതാണ്. കള്ളിന്റെ കാര്യം പറയാതിരിക്കലാണ്. പിൽക്കാല കവിയായ അബൂ മിഹിജനുസ് സഖഫി ആ ജാഹിലിയ അറബികളുടെ വികാരത്തെ
രേഖപ്പെടുത്തി വെച്ചത് ഇദാമിത്തു ഫദ്ഫന്നി ഇലാ ജംബി കർമത്തിൻ തുറവ്വി ഇളാമി ബഅദ മൗതി ഉറൂഖഹാ ഫലാ തദ്ഫനന്നി ബിൽ ഫലാത്തി ഫഇന്നനി അഖാഫു ഇദാ മാ മിത്തു അല്ലാ അദുഖഹാ എന്നാണ്. ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ കുഴിച്ചുമുടണം. നുരുമ്പിപ്പോയ എന്റെ എല്ലുകൾക്ക് ആ കള്ളിന്റെ ലഹരി ആസ്വദിക്കാൻ കഴിയണം. ഫലാ തദ്ഫനന്നി ബിൽ ഫലാത്ത്, നിങ്ങൾ എന്നെ മരുഭൂമിയിൽ കൊണ്ടുപോയി മറമാടല്ലേ. കാരണം അഖാഫു ഇദാ മാ മിത്തു അല്ലാ അദുഖഹാ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആ കള്ളിന്റെ രുചി എനിക്ക് ആസ്വദിക്കാൻ കഴിയുകയില്ലേ എന്ന് ഞാൻ ഭയപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് കുഴിച്ചിടുകയാണെങ്കിൽ മരുഭൂമിയിൽ കുഴിച്ചിടരുത്, മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ. അതിന്റെ ആ മുന്തിരിവള്ളിയുടെ വേരിങ്ങനെ തഴുകി തലോടി, എന്റെ അസ്ഥി പഞ്ചരങ്ങളെ തഴുകി തലോടി ഭൂമിയുടെ അഗാധതകളിലേക്ക് പോകുമ്പോ എനിക്കൊരു ലഹരി കിട്ടും. അത് നിങ്ങൾ എനിക്ക് നിഷേധിക്കരുത്. ഇതായിരുന്നു കള്ളിന്റെ വിഷയത്തിൽ അവരുടെ സമീപനം. കള്ളിന്റെ കോപ്പയിൽ വീണ് ചത്തുകിടക്കുന്ന ഈച്ചയെ കൈകൊണ്ട് മെല്ലെ പൊക്കിയെടുത്ത്, ഈച്ചയെ നീ എത്ര ഭാഗ്യവാൻ എന്ന് ചോദിക്കുന്ന മദ്യാസക്തിയുടെ ലോകം. അവരോടാണ് അള്ളാഹു ഘട്ടം ഘട്ടമായി, നിങ്ങൾ നിസ്കരിക്കുമ്പോ മദ്യപിക്കരുത്, പറയുന്നത് എന്താ, നിങ്ങൾക്ക് വെളിവ് വേണം, പിന്നെ കള്ള് അധികം കുടിക്കണ്ട, അത് കള്ളിന് ഉപകാരത്തെക്കാൾ ഉപദ്രവമാണ് കൂടുതൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിസ്കരിക്കുമ്പോൾ കുടിക്കരുത്. പിന്നെ മദ്യം വിലക്കിക്കൊണ്ട് ഇന്നമാ യുരീദു ശൈത്വാനു അൻ യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംറി വൽ മൈസിർ, കള്ളിലൂടെയും ചൂതാട്ടത്തിലൂടെയും അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും വളരാനും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്നും നിങ്ങളെ തെറ്റിച്ചു കളയാനും മാത്രമാണ് ചെകുത്താന്റെ ഉദ്ദേശം. അതുകൊണ്ട് ഫഹൽ അൻതും മുന്തഹൂൻ, നിങ്ങളെ വിരമിക്കാൻ തയ്യാറില്ലേ? ഈ ചോദ്യത്തോടെയാണ് അള്ളാഹു കള്ള് നിരോധിക്കുന്നത്. ആ ചോദ്യം കേൾക്കുമ്പോൾ ചെത്തുതൊഴിലാളികൾ എന്താക്കും പടച്ചോനെ, അബുക്കാരി ലേലം കഴിഞ്ഞ മുതലാളിമാർ എന്താക്കും എന്ന് ചോദിച്ചില്ല ഒരുത്തനും, ഒരു സഹാബിയും. അള്ളാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ വെച്ച് ഈ ആയത്തും കേട്ട് ഒരു ചെറിയ പയ്യൻ, ഒരു കുട്ടി മദീന തെരുവീതിയിലൂടെ ഈ ആയത്ത് ഉരുവിട്ടുകൊണ്ട് നടക്കുകയാണ്. സഹാബിമാരങ്ങനെ ഉണ്ടായിരുന്നു. ആയത്ത് പുതുതായിട്ട് ഇറങ്ങിയ നബ്സാദിൽ മോദി കളിപ്പിച്ചു കൊടുത്താൽ അതിങ്ങനെ ബൈഹാർട്ടാക്കി, അത് ബൈഹാർട്ടാകുന്നവരെ ഇങ്ങനെ ഓതി നടക്കും. അപ്പൊ കള്ള് ഷാപ്പിൽ നിന്ന് ബുറൈദയുടെ മദ്യഷാപ്പിൽ നിന്ന് അനസ് റളിയല്ലാഹു അൻഹു കള്ളിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഒരു കാഷ്യറും. അപ്പൊ ഈ പയ്യൻ ഇങ്ങനെ ഓതുന്ന കേട്ടപ്പോ ഇങ്ങോട്ട് വിളിച്ചു, മോനെ ഇങ്ങോട്ട് വാ, എന്താ സംഭവം, എന്താണ് പെറുവിറുക്കുന്നത്? അത് ഞാനിങ്ങനെ റസൂലുള്ളാഹിന്റെ അടുത്ത് വരുന്ന എന്താ ഒരു ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. എന്താ ആയത്ത്? ഓതിക്കൊടുത്തു ഇവൻ. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംറി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാഹ് ഫഹൽ അൻതും മുന്തഹൂൻ. ഇതാണ് ആയത്ത്. ഇത് കേട്ട ഉടനെ യാ അനസ് ഖുദിൽ ഫർദ്, അനസേ എടുക്ക് മഴൂന്ന, എടുക്ക് മഴു. എന്നിട്ട് ശേഖരിച്ചു വെച്ച മദ്യത്തിന്റെ വീപ്പകൾ തച്ചു തകർത്തു. കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന സഹാബിമാർ ശേഖരിച്ചു വെച്ച കുടിച്ചുകൊണ്ടിരിക്കുന്ന മദ്യത്തിന്റെ കോപ്പകൾ വലിച്ചെറിഞ്ഞു. കുടിച്ചുപോയത് വിരലിട്ട് ഛർദിച്ചു കളഞ്ഞു. മദീന തെരുവീതിയിലൂടെ കള്ളിന്റെ ഒരു പുഴ ഒഴുകുകയായിരുന്നു എന്ന് ചരിത്രം സന്ദേഹം പ്രകടിപ്പിച്ചു. അതായിരുന്നു ആ മാറ്റം. ഖുർആൻ വരുത്തിയ മാറ്റമാണ്. ഇന്ന് ഇംഗ്ലണ്ടിൽ ഓരോ മാസമോ മറ്റോ 5000 ആളുകളാണ് മുഴുക്കുടിയന്മാരുടെ പട്ടികയിലേക്ക് പോകുന്നത്. 24 മണിക്കൂറും കുടിച്ചാൽ മാത്രം ലെവലുള്ള, കുടിക്കാതെ ഒരു സെക്കൻഡ് പോലും കഴിയാനാവാത്ത 5000 ആളുകൾ വീതമാണ് ഓരോ മാസവും മുഴുക്കുടിയന്മാരുടെ പട്ടികയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നത്. ആ ഇംഗ്ലണ്ടിൽ ഒരാൾ മദ്യപാനം തുടങ്ങുന്ന പ്രായം 19ന്റെയും 23ന്റെയും ഇടയിലാണ്. കേരളത്തിലോ 12 വയസ്സ്. കള്ളിന്റെ ലഹരിയിൽ കേരളം മുങ്ങിക്കൊണ്ടിരിക്കുന്നു.
ഒരൊറ്റ ദിവസം 270 കോടിയുടെ മദ്യം കേരളീയർ കുടിച്ചു എന്ന് പറഞ്ഞാൽ അതൊന്നൊരു വാർത്തയല്ല. മദ്യപാനം മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർ അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, സകലമാന തിന്മകളുടെയും ഉമ്മയാണ് മദ്യം എന്ന് റസൂലുള്ള പഠിപ്പിച്ച ഈ മദ്യത്തിന്റെ പിടിയിലാണ്, കെണിയിലാണ് നമ്മളുടെ പല ആളുകളും. കല്യാണത്തിന്റെ തലേന്ന് ഇവിടെയൊക്കെ മൈലാഞ്ചി എന്ന പേരിൽ അറിയപ്പെടുന്ന, ഞങ്ങളുടെ നാട്ടിലൊക്കെ അത്താഴം ഊട്ട് എന്ന് പറയപ്പെടുന്ന ആ ദിവസം പല ചെറുപ്പക്കാരും ഇപ്പോൾ മിനുങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ഫഹല്ലന്തും മുന്തഹൂൻ എന്ന് അല്ലാഹ് ചോദിച്ചപ്പോ ഇന്തഹൈനാ, ഞങ്ങളിതാ വിരമിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച് മഴുവെടുത്ത് വീപ്പകൾ തച്ചു തകർത്ത, കുപ്പികൾ പൊട്ടിച്ചെറിഞ്ഞ സമുദായത്തിന്റെ പിന്തലമുറക്കാർ ഞങ്ങളിതാ വന്നിരിക്കുന്നു. കുറച്ചൊക്കെ കുടിച്ചില്ലെങ്കിൽ ഓനൊരാണ എന്ന് ചോദിക്കുന്നിടത്ത് എത്തിയിരിക്കുന്നു ഈ സമുദായം. ഖുർആൻ വരുത്തിയ മാറ്റം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിൽക്കേണ്ടതല്ല, ഇന്നും തുടരേണ്ടതാണ് എന്ന് മദ്യം നമ്മളോട് പറഞ്ഞു തരുന്നു. ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് കേരളമാണ്. ജനസംഖ്യയിൽ എത്രയോ കുറവാണ് കേരളം, എന്നിട്ടും മദ്യപാനത്തിൽ 1-ാം സ്ഥാനം, പ്രതിശീർഷ മദ്യസേവയിൽ 1-ാം സ്ഥാനം. ഇതിൽ ഞാനും നിങ്ങളും ഒന്നുകൂടി മനസ്സിലാക്കേണ്ടത്, മാഹിന്നും പള്ളൂരിന്നും പന്തക്കൽ നിന്നും കുടിക്കുന്ന കുടി മുഴുവൻ പോണ്ടിച്ചേരി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കണക്ക് പെട്ടിട്ടാണ് ഈ സ്ഥാനം എന്നാണ്. അവിടെ ആരാ കുടിക്കലെന്ന് നമുക്കറിയാലോ, നമ്മൾ ഡെയിലി കാണുന്നതാണല്ലോ. നമ്മുടെ ആൾക്കാർ തന്നെയാണ്, കേരളീയരാണ്. അപ്പൊ ഇവിടെയാണ് ഖുർആനിന്റെ പരിവർത്തനം അവസാനിക്കാൻ സമയമായിട്ടില്ല, അത് ഏറ്റെടുക്കാൻ നമ്മൾ ഇനിയും ബാധ്യസ്ഥരാണെന്ന് ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ പെണ്ണിന്റെ കഥ. സ്ത്രീകൾ എന്ന് പറയുന്നത് ഇത്രയും അവഹേളിക്കപ്പെട്ട, അവമാനിക്കപ്പെട്ട ഒരു കാലം. ആർക്കും ആരെ എന്തും ചെയ്യാം. സ്ത്രീകളാണെങ്കിൽ അതിലപ്പുറം. ഭർത്താവ് കച്ചവടത്തിന് പോകുമ്പോ വിദേശ നാടുകളിലേക്ക് കച്ചവടത്തിന് പോയതാണ്. 4-5 കൊല്ലം കഴിഞ്ഞ് ഭർത്താവ് തിരിച്ചു വന്നപ്പം ഭാര്യയുടെ കയ്യിൽ ഒരു ചോര കുഞ്ഞ്. അപ്പോ ചോദിച്ചു, അല്ല ഇതെന്താ കഥ? ഞാൻ പോയിട്ട് 4-5 കൊല്ലമായല്ലോ, ഇങ്ങനെ ഒരു കുഞ്ഞ് കയ്യിൽ എന്തേ എന്ന് ചോദിച്ചപ്പോ ഈ പെണ്ണ് പാടിക്കൊടുത്തു. ജാഹിലിയ അറബി പെണ്ണ്. ലാവല്ലദീ റദ്ദക യാ സഫിയു മാ മസ്സനി ബഅദക മിൻ ഇൻസിൻ ഗൈറു ഗുലാമിൻ വാഹിദിൻ ഫാത്തിയിൻ വസിത്തത്തിൻ ജാഉ മിനശ് ശർഖിയിൻ വഖംസത്തിൻ കാനൂ മിനൽ ഗർബിയി വഗൈരി തുർക്കിയിൻ വനസ്റാനിയിൻ. എന്റെ പ്രിയതമാ, ഞാനും താങ്കളുമായി വേർപിരിഞ്ഞ ശേഷം കിഴക്കുന്ന് വന്നൊരു 6 ആള്, പടിഞ്ഞാറുന്ന് വന്നൊരു 5 ആള്, പിന്നൊരു തുർക്കി, പിന്നൊരു നസ്രാനി, പിന്നൊരു ചെറുപ്പക്കാരൻ, പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരല്ലാതെ വേറെ ആരും ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല കേട്ടോ. എന്താണ് കഥ? ഇതായിരുന്നു ആ പെണ്ണിന്റെ, ആ കാലത്തെ പെണ്ണുങ്ങളുടെ നിലവാരം. ആണുങ്ങളുടെ കാര്യം അതിലും പോക്ക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ സ്ത്രീത്വത്തിന് ഒരു വിലയുമില്ലാതിരുന്ന കാലം. ഇന്ന് നമ്മളുടെ പത്രത്തില് വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഇതൊക്കെ. ഓരോ ദിവസവും 65-കാരനായ റിട്ടയർഡ് മാസ്റ്റർ പീഡനത്തിന് പിടിയിൽ, റിട്ടയർഡ് സൈനികൻ പിടിയിൽ, UP സ്കൂൾ വിദ്യാർത്ഥി പിടിയിൽ, 10-ാം ക്ലാസ്സുകാരൻ പിടിയിൽ. ഓരോ ദിവസവും ഈ പിടിയിലാണ്. ഒരുപാട് സീരിയലിൽ അഭിനയിക്കാൻ നല്ല സൗന്ദര്യമുണ്ട്. നിനക്ക് സീരിയലിൽ ചാൻസ് വാങ്ങിത്തരാം, എന്നാ പിന്നെ എപ്പോഴാ ചേട്ടാ പോകുന്നത്? വേറെ ചോദ്യമൊന്നുമില്ല, പിറ്റേന്ന് ഇറങ്ങി പോവുകയാണ്. ഖുർആൻ ജാഹിലിയ പെണ്ണിന്റെ മനസ്സിൽ, അവിടെയുള്ള ആളുകളുടെ മനസ്സിലേക്ക് പരിവർത്തനവുമായി കടന്നു വന്ന് അതിന്റെ ശംഖധ്വനി മുഴക്കിയപ്പോ ആ ഖുർആനിനനുസരിച്ച് ജീവിക്കാൻ തയ്യാറായ തലമുറ പിന്നീട് പാട്ട് മാറ്റിപ്പാടി. റളിയല്ലാഹു അൻഹു രാത്രിയിൽ പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ച് നടക്കുമ്പോ ഒരു വീട്ടിൽ ചെറിയ ഒരു മുനിഞ്ഞു കത്തുന്ന വിളക്കിന്റെ വെളിച്ചം കണ്ടു. എന്തോ പ്രയാസം കൊണ്ട് ആരെങ്കിലും കഷ്ടപ്പെടുകയാണോ എന്ന് കരുതി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോ അടുത്തുനിന്ന് പാട്ട് കേൾക്കുകയാണ്. വികാരം കടിച്ചമർത്താനാവാതെ മാസങ്ങളോളം ഭർത്താവിന്റെ സാമീപ്യമില്ലാത്ത പെണ്ണ്
എന്റെ ഉറക്കം എന്നെ വിട്ടുപോയി. لقد طال هذا الليل واسود جانبه وأراكني لا خليل نلعب فوالله لولا الله تخشى عواقب لأراك هذا السرير جوانب. എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, എന്റെ പ്രിയതമൻ എന്റെ കൂടെ ഇല്ലാത്തത് കൊണ്ട്. പക്ഷേ പടച്ചതമ്പുരാൻ എന്നെ കാണുന്നു എന്ന ഭയം എനിക്കില്ലായിരുന്നെങ്കിൽ ഈ കട്ടിൽ ഇപ്പൊ കുലുങ്ങുന്നുണ്ടാകുമായിരുന്നു. ഇതാണ് മാറ്റം, ഇതാണ് മാറ്റം. ഇവിടേക്കാണ് അവരെത്തുന്നത്. നേരത്തെ പറഞ്ഞെടുത്തുനിന്ന് ഈ ഒരവസ്ഥയിൽ നമ്മളെത്തുവോ? നമ്മുടെ മക്കളെത്തുവോ? നമ്മുടെ സ്ത്രീകളെത്തുവോ? നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഖുർആൻ വരുത്തുന്ന മാറ്റം അതാണ്. ഇങ്ങനെയാണ് അല്ലാഹു യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം. അല്ലാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓതിക്കൊടുത്ത് അവരെ അല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസ്കരിച്ചെടുത്തത്. എന്തുകൊണ്ടോ നമുക്ക് ആ സംസ്കരണം കിട്ടുന്നില്ല. ഞാൻ നേരത്തെ ഖുതുബയിൽ സൂചിപ്പിച്ചു, അലി റളിയല്ലാഹു അൻഹു ഒട്ടകം നടന്നു പോകുമ്പോൾ ഒരുത്തന്റെ പറമ്പെന്ന് ഇല കടിച്ചാൽ മാസങ്ങളോളം നീണ്ടുനിന്ന യുദ്ധം ചെയ്ത അറബി സ്വന്തം മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയെടുത്ത് നിന്ന് കൊല്ലാതെ എഴുന്നേറ്റ് പോകുന്ന അവസ്ഥയിലേക്കാണ് ഖുർആൻ കൊണ്ട് മാറുന്നത്. ഒരുത്തരത്തെ കൈതട്ടിപ്പോയാലാണ് വർഗീയ കലാപം ഉണ്ടാവുന്നത്. എന്തോ ഒന്ന് ചോദിച്ചിട്ട് ഒന്ന് എന്താടാന്ന് ചോദിച്ചതിനാണ് നാട്ടിൽ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന അടിപിടിയും നിരോധനാജ്ഞയും കേസുകളും കൊലപാതകങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. ഖുർആൻ വരുത്തിയ പരിവർത്തനത്തിന് ഇന്നും സ്കോപ്പുണ്ട്. എത്രയോ ഡൽഹിയിൽ ഒരു മാസത്തിൽ 3 ക്ലിനിക്കുകളിൽ മാത്രം 18,000-ഓളം ഭ്രൂണഹത്യയാണ്, പെൺഭ്രൂണഹത്യയാണ് നടന്നതായിട്ട് ഇന്ത്യ ടുഡേ മുമ്പൊരിക്കൽ രേഖപ്പെടുത്തിയത്. പെൺകുഞ്ഞുങ്ങൾ വേണ്ടേ വേണ്ട. ജാഹിലിയ അറബികൾ ഇങ്ങനെയായിരുന്നു. വൈദാ ബുശ്റ അഹദുഹും ബിൽ ഉൻസാ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കളീം. ഒരു പെൺകുഞ്ഞ് ജനിച്ചു എന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ അവരുടെ മുഖമതാ കറുത്തിരുണ്ടു പോകുന്നു. യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്റ ബിഹി എന്ന് പറഞ്ഞിട്ടുള്ള ആ രംഗം, അവരുടെ മനോഭാവം, മുഖം കറുത്തിരുണ്ട് അപമാനിതനായിട്ട് ഞാൻ അഭിമാനിയായി കുഴിച്ചുമൂടണോ, അപമാനം സഹിച്ച് ഇവളെ പോറ്റണോ എന്നായിരുന്നു അവർ ചിന്തിച്ചിരുന്നത്. അവർ വിധിക്കുന്നത് എത്ര ചീത്തയാണെന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ജീവിച്ച ഒരു കാട്ടറബികളുടെ ഇടയിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിക്കൊടുത്തപ്പോ വൈദൽ മൗദതു സുഇലത്ത് ബിഅയ്യി ദംബിൻ ഖുതിലത്, കൊല ചെയ്യപ്പെട്ട ഓരോ പെൺകുഞ്ഞും ചോദിക്കപ്പെടുമ്പോൾ ഏതൊരു കുറ്റത്തിന്റെ പേരിലാണ് മോളെ നിന്നെ കൊന്നുകളഞ്ഞത് എന്ന് ചോദിക്കുന്ന ആ ആയത്ത് ഇറക്കിയപ്പോ ജാഹിലിയ കാലത്ത് ഇത് ചെയ്തു പോയ സഹാബിമാർ എന്ന് റസൂലുള്ളാഹിയോട് കരഞ്ഞു പറയാ, അല്ലാഹുവിന്റെ റസൂലെ പറ്റിപ്പോയി, ഞങ്ങൾക്ക് എന്തെങ്കിലും ശിക്ഷ കിട്ടുമോ? അവർ വിവരിക്കുകയാണ്, റസൂലെ എനിക്കൊരു മോളുണ്ടായിരുന്നു, എന്നിട്ട് ഞാൻ അപമാനം സഹിച്ച് പോറ്റാൻ തന്നെ തീരുമാനിച്ചു റസൂലെ, പോറ്റി, എന്നിട്ട് വലുതായി അവളിങ്ങനെ ചിരിച്ചു കളിച്ച് നടക്കാൻ തുടങ്ങി. എന്റെ കെട്ടിയൊക്കെ എപ്പോ സംശയ, ഞാൻ അവളെ കൊന്നുകളയും. അതുകൊണ്ട് എന്നോട് ഞാൻ എപ്പോ കൂട്ടി പോകുമ്പോ ചോദിക്കും, കൊല്ലം കൊണ്ടുപോകണോ എന്ന് ചോദിക്കും. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇവളെ നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ചു, നമുക്ക് അങ്ങാടിയിലേക്ക് പോകാം മോളെ എന്ന് പറഞ്ഞു. ഞാൻ അവളെപ്പോഴും കളിച്ച് ചിരിച്ച് നടക്കുകയാണ്. ഭാര്യ അന്നും ചോദിച്ചു, നിങ്ങൾ കൊല്ലാൻ കൊണ്ടുപോകണോ? അല്ല, ഞങ്ങൾ അങ്ങാടിക്ക് പോവാണെന്ന് പറഞ്ഞു. അങ്ങനെ പോയി, മലഞ്ചെരിവ് പോയി. അങ്ങനെ ഞാൻ കുഴി കുടിക്കാൻ തുടങ്ങി റസൂലെ. കുഴിക്കുമ്പോ എന്റെ താടി രോമത്തിൽ കുഴിക്കുന്ന മണ്ണിങ്ങനെ തട്ടുമ്പോ മോളിങ്ങനെ തടവി തരും, ഉപ്പാന്റെ താടി മേലുള്ള മണ്ണ് തുടച്ചു തരും. അങ്ങനെ കുഴി ഇവളെ മൂടാനുള്ള കുഴിയായപ്പോ ഞാൻ മെല്ലെ മോളെ അവിടെ ഇറക്കി വെച്ചു. അപ്പോഴൊക്കെ മോള് വിചാരിക്കുന്നത് ഉപ്പ ഒരു പുതിയ കളി, സാധാരണ പല കളിയും കളിക്കലുണ്ടല്ലോ, അതിലൊരു കളിയായി കളിക്കുന്നതെന്നാണ്. മണ്ണിടാൻ തുടങ്ങി. കാലുമൂടി മോള് ചിരിക്കുകയാണ്, അരമൂടി അപ്പോഴും മോള് ചിരിക്കുകയാണ്. കഴുത്തറ്റം വരെ എത്തി. അപ്പോഴാണ് മോക്ക് സംശയം, ഇതിപ്പോ കളി വിട്ട് കാര്യമായിട്ടുണ്ട്. മോള് പറഞ്ഞു, ഉപ്പാ ഉമ്മാക്ക് കൊടുത്ത വാക്ക് മറക്കല്ലേ. പക്ഷെ റസൂലേ, എന്റെ അപമാനം, എന്റെ ജാഹിലിയ വികാരം എന്നെ സ്വാധീനിച്ചു. അവളുടെ ആ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കവേ ഞാൻ 2 കൂട്ടം മണ്ണും കൂടി ഇട്ടു.
ആ മണ്ണിനിടയിൽ കൂടിയും അവളുടെ ശബ്ദം, ഉപ്മാക്ക് കൊടുത്ത വാക്ക് ലംഘിച്ചല്ലോ അപ്പാൻ എന്ന് പറയുന്ന മോളുടെ ശബ്ദം എന്നെ ഇപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന റസൂലേ, എനിക്കതിന് ശിക്ഷയുണ്ടോ? കേട്ടവരെല്ലാവരോടും കരഞ്ഞുപോയി. റസൂലുള്ളവരെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ജാഹിലിയ്യ കാലത്ത് ചെയ്തതിന് വല്ല ശിക്ഷയും കിട്ടുമെങ്കിൽ നിന്നെ ശിക്ഷിക്കുമായിരുന്നു, അള്ളാഹ് ശിക്ഷിക്കുമായിരുന്നു, ഞാൻ ശിക്ഷിക്കുമായിരുന്നു എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഖുർആൻ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ആർക്കെങ്കിലും 3 പെൺമക്കൾ ഉണ്ടായിട്ട് അവരെ നല്ല നിലക്ക് പോറ്റി വളർത്തി മാന്യമായ ഒരു വിവേചനം കാണിക്കാതെ അവരോട് പെരുമാറിയാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. ഒരു സഹാബി, റസൂലേ 2 പെൺകുട്ടികൾ മാത്രമാണല്ലോ എനിക്കുള്ളൂ, സ്വർഗം തന്നെയാണോ നിനക്കൊന്നു? 2 പെൺമക്കളെ കിട്ടിയാൽ സ്വർഗം കിട്ടിയോ, എങ്ങനെങ്കിലും നന്നായിട്ട് പോറ്റിയാൽ എന്ന് വിചാരിക്കുന്ന അവസ്ഥയിലേക്കാണ് ഈ ഖുർആൻ അവരെ മാറ്റിയത്. ഇന്നോ നമുക്ക് പെൺകുട്ടികളെ കിട്ടിയ സമാധാന. ആസ്പത്രിയിൽ പോയി, നമ്മൾ ഇവിടെ പീടികയിലാണ്, തൽക്കാലം ആളില്ല, അപ്പൊ അങ്ങനെ വിളിച്ചു പറയാ, ഭാര്യ പ്രസവിച്ചു കേട്ടാ, എന്താ കുട്ടി? അത് ആൺകുട്ടി, അൽഹംദുലില്ലാ. അതിന്റെ എന്താ 110 എത്ര ഇതാണ്, ട്യൂബ് ലൈറ്റ് പോലെയാണ്. അത് പ്രസവിച്ച് ആരാ? അത് പിന്നെ അങ്ങനെ പറയുന്നില്ല, പെൺകുട്ടിയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലേ, പെൺകുട്ടി ജനിക്കുന്നത് നമുക്കൊരു വലിയ സന്തോഷമൊന്നുമില്ല. ജാഹിലിയ അറബി പെൺകുഞ്ഞിന് മാത്രം ജന്മം കൊടുത്തതിന് ഭാര്യയെ ഒഴിവാക്കിയിട്ട് ഇടവലത്ത് പോയി പാർത്ത, അയൽപക്കത്ത് വീട്ടിൽ താമസം, സ്വന്തം വീട്ടിൽ വരുന്നില്ല. എന്തിനു പറ്റും, പെണ്ണിനല്ലേ നിനക്ക് പ്രസവിക്കാൻ അറിയുള്ളൂ. എന്നിട്ട് ഭർത്താവ് ഒഴിവാക്കിയിട്ട് സങ്കടം കൊണ്ടൊരു പെണ്ണ് എഴുതി വെച്ചു എന്നാണ്. എന്തുകൊണ്ടാണ് ഹംസത്തിന്റെ പിതാവ് എന്റെ അടുത്ത് വരാത്തത്? ഞാൻ പെണ്ണുങ്ങൾക്ക് മാത്രം ജന്മം കൊടുത്തോണ്ട് എന്നോട് ദേഷ്യം പിടിച്ചിട്ട് അടുത്ത വീട്ടിലാ മൂപ്പരിപ്പോ. എന്ത് ചെയ്യോനാ? നമ്മുടെ മക്കളുടെ കാര്യത്തില് നമുക്ക് വല്ലതും തീരുമാനിക്കാൻ പറ്റുമോ? അള്ളയല്ലേ തീരുമാനിക്കേണ്ടത്, പടച്ച തമ്പുരാനല്ലേ തീരുമാനിക്കേണ്ടത്, നമുക്കതിൽ യാതൊരു റോളും ഇല്ലല്ലോ എന്ന് സങ്കടത്തോടെ പാടിവെക്കുന്ന കവികളും കവയിത്രികളും ഉണ്ടായിരുന്നു ആ കാലത്ത്. അവിടെയാണ് ഖുർആൻ വരുത്തിയ പരിവർത്തനം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക ഇടപാടിൽ കച്ചവട സംഘങ്ങളെ കൊള്ളയടിക്കുന്ന കാട്ടറബികൾ, അവർ സക്കാത്ത് കൊടുക്കുന്നിടത്തെത്തി, കഷ്ടപ്പെട്ടുണ്ടാക്കിയതിന്റെ സ്വതക്ക ചെയ്യുന്നിടത്തെത്തി. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെലവഴിക്കുന്നത് വരെ അത് പുണ്യമാവുകയില്ല എന്ന് അള്ളാഹുവിന്റെ ആയത്തുണ്ട് എന്ന് പറയുമ്പോ, അള്ളാഹുവിന്റെ റസൂലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 തോട്ടമുണ്ട്, എടുത്തോ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മളെങ്ങനെയാ കൊടുക്കല്? നമ്മൾ എന്തെങ്കിലും പിരിവുണ്ടെങ്കിൽ ഏതാ കൊടുക്കല്? പുരേന്ന് വരുമ്പോൾ തന്നെ എടുത്തു നോക്കും. ഗാന്ധിജി വരെ ബോധം കെട്ടു എന്ന ഫോട്ടോ ഉള്ള എടുക്കാത്ത 10 രൂപ ബസ് കൊടുത്തു നോക്കി, കണ്ടക്ടർ എടുക്കൂലെന്ന് പറഞ്ഞു. പച്ചക്കറി പിടിയെ കൊടുത്ത് ആടെ എടുക്കൂലെന്ന് പറഞ്ഞു. അവസാനം ബസ്സിൽ എടുക്കുമല്ലോ, ബസ്സിലും എടുക്കൂല. അത് നമ്മൾ ഭദ്രമായിട്ട് എടുത്തു വെച്ച് ഇൻഷാ അല്ലാഹ് പള്ളിയിൽ പോയാലൊരു ബക്കറ്റ് ഏതായാലും ഉണ്ടാവും, അതിലേക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവിടെ കൈ പോവുകയുള്ളൂ. 10,000 റുപ്യ നല്ല വെള്ളക്കുപ്പായത്തിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരുത്തം നോക്കിയാൽ നമ്മളടുത്ത് ഉണ്ടെന്ന് തിരിയാൻ വേണ്ടി വെച്ചാലും നമ്മളെ കൈ ഈ എടുക്കാത്ത 10, റിസർവ് ബാങ്ക് വരെ ഞങ്ങളാണോ ഇത് പ്രിന്റ് ചെയ്തതെന്ന് സംശയിക്കുന്ന എല്ലാ അഴുക്കും, മീൻതുള്ളി മുതൽ പച്ചക്കറിന്റെ, തക്കാളിന്റെ, തക്കാളിന്റെ നീര് വരെ എല്ലാമുള്ള ചുളിഞ്ഞ 10 എന്നിങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ഗാന്ധിജിയാണോ എന്ന് ഗാന്ധിജിക്ക് വരെ കൺഫ്യൂഷൻ വരുന്ന ഫോട്ടോ അതുള്ളതാണ് നമ്മളെടുത്ത് പോകുള്ളൂ. ഇതാണ് സഹാബിമാർ ഇങ്ങനെയാ ചെയ്തത്. അത്രയൊന്നും ആയില്ലെങ്കിലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരിക്കലും അബൂ ത്വൽഹ ഏതൊരു സഹാബി തോട്ടത്തിൽ ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുമ്പോ നിസ്കാരത്തിന്റെ സമയമായി. അപ്പോ അവിടുന്ന് തോട്ടത്തിലുള്ള ചെറിയൊരു നീരുറവയെന്ന് ഒതുക്കെടുത്ത് നിസ്കരിക്കാൻ കൈകെട്ടിപ്പാണ് മൂപ്പരുടെ ഒരു മരത്തും വന്ന് നല്ലൊരു കുരുവിയുടെ പാട്ട്, നല്ല മനോഹരമായ ഒരു സംഗീതം. ഒരു കുരുവി ഇങ്ങനെ പാടി, മൂപ്പരിങ്ങനെ പാട്ടിലേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ച്. അപ്പോ അവസാനം എത്ര റക്അത്താ നിസ്കരിച്ചതെന്ന് ഓർമ്മയില്ല. ളുഹ്റാണ് നിസ്കരിച്ചത്, 4ആണോ 5ആണോ 3ആണോ പടച്ചോനെ എത്ര, പാട്ടിന്റെ അകത്ത് എണ്ണം വിട്ടുപോയി. നമ്മളെ പോലെ കൺഫ്യൂഷൻ തീരാനുള്ള വാടക വാങ്ങാനൊന്നുമില്ലല്ലോ. അതുകൊണ്ട്
കണ്ണൂരൊറ്റ നടന്നൊരു സംഭവം പറയാൻ നിൽക്കാറുണ്ട്. ഒരു ദിവസം യശാവ് 3 റക്അത്ത് നിസ്കരിച്ചിട്ട് സലാം വീട്ടിയപ്പോ ആൾക്കാരും മാമൂമിങ്ങളാരും സുബ്ഹാനല്ലാഹ് ഒന്നും പറഞ്ഞില്ല. അപ്പോ സലാം വീട്ടിയ ശേഷം ആൾക്കാർക്കൊരു സംശയം, 3 ആണോ 4 ആണോ നിസ്കരിച്ചത്? അങ്ങനെ കൺഫ്യൂഷനായി. എല്ലാവർക്കും സംശയം, ഇമാമിനും സംശയം. നിങ്ങളാരും സുബ്ഹാനല്ലാഹ് പറഞ്ഞില്ല, എനിക്കും ചെറിയൊരു സംശയമുണ്ട്, പക്ഷേ എന്താണ് ചെയ്യാന്ന്. അപ്പോ ഒരാൾ പറഞ്ഞു 3 നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട്, പക്ഷേ ഈ സുബ്ഹാനല്ലാഹോ കൈമുട്ടില്ല, എന്താന്ന് കൺഫ്യൂഷൻ വന്നിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല എന്ന്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഇത്ര ഉറപ്പ്? അപ്പൊ മൂപ്പര് പറഞ്ഞു, എനിക്ക് 4 ബിൽഡിങ്ങിന്റെ വാടക വാങ്ങാനുണ്ട്, ഇന്ന് 3 ബിൽഡിങ്ങിന്റെ വാടക വാങ്ങുമ്പോഴത്തേക്ക് സലാം വീട്ടിൽ പോയിക്കും. അപ്പൊ ഓരോ റക്കത്തിലാണ് മൂപ്പര് വാടക വാങ്ങല്. ഇതാണ് നമ്മളെ ഓർമ്മന്റെ കഥ. അപ്പൊ ഈ സഹാബി ഉടനെ റസൂൽദാരത്തെ ഓടിച്ചെന്നു. റസൂലേ, ഞാൻ ഇങ്ങനെ നിസ്കരിക്കുമ്പോ ത്തിന്റെ റക്കത്ത് എന്റെ തോട്ടം എന്നെ മറപ്പിച്ചു കളഞ്ഞു. അള്ളാനെ മറപ്പിച്ചു കളയുന്നൊരു തോട്ടം എനിക്കിനി വേണ്ട, എടുത്തോ. കൊടുത്ത് ദീനിന്റെ മാർഗത്തിലേക്ക് എടുത്തോ, ബൈത്തുൽ മാലിലേക്ക് കൊടുത്തോന്ന്. നമ്മള് സ്വകാര്യം പറയാ, എന്തെങ്കിലും നമ്മളെടുത്ത് ബാക്കിയുണ്ടാവോ അങ്ങനെ കൊടുക്കുന്നാണെങ്കിൽ? നിസ്കരിക്കുമ്പോ നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന സംഗതികളാണ് നമ്മൾ അള്ളാഹിന്റെ മാർഗത്ത് കൊടുക്കുന്നെങ്കിൽ നമുക്ക് മക്കളുണ്ടാവോ, കുട്ടികളുണ്ടാവോ, കച്ചവടം ഉണ്ടാവോ, ജോലി ഉണ്ടാവോ? ഇതാണ് പലപ്പോഴും നമ്മളെ ഇവിടെയാണ്, അവിടേക്ക് എത്താനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. അത്രയൊന്നും ആയിട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു അടുത്തുകൂടെ പോകാൻ. ഇതിനാണ് ഈ ഖുർആൻ. പരലോകത്ത് അള്ളാഹുവിന്റെ റസൂല് കൊടുക്കുന്നൊരു ഒരു നമുക്കെതിരെ പറയുന്ന ഒരു സാക്ഷിമൊഴിയുണ്ട്. അത് കൊടിസുനി പറയുന്ന പോലത്തെ ഒരു മൊഴിയല്ല. അള്ളാഹുവിന്റെ റസൂൽ ഖാല റസൂൽ, റസൂല് പറയും, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. എന്റെ രക്ഷിതാവേ, എന്റെ ഈ ജനത ഖുർആനിനെ അഗണ്യ കോടിയിൽ തള്ളിക്കളഞ്ഞു റബ്ബേ. നമ്മളെങ്ങനെയാ തള്ളിയത്? തള്ളിയിട്ടുണ്ടോ? നല്ല ഖുർആൻ പരിഭാഷ നമ്മുടെ അടുത്തുണ്ട്, എല്ലാവരുടെ അടുത്തുണ്ട്. എല്ലാ സംഘടന അടുത്തും നല്ല ഖുർആൻ പരിഭാഷ ഉണ്ട്. അത് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് പരിഭാഷക്കും തിരിഞ്ഞിട്ടില്ല, നമുക്കും തിരിഞ്ഞിട്ടില്ല എന്ന് മാത്രം. രണ്ടാമത്തത് വായിക്കും നേരെയല്ല. നിങ്ങൾ ഈ പറഞ്ഞ ഇത് വായിക്കൽ തുടങ്ങുമ്പോൾ ഉറക്ക് വരുന്നു, പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ വായിക്കില്ല. എടുത്തിട്ട് വെറുതെ ഇതെല്ലാം കൂടി പൊതിച്ച് വെക്കുമ്പോഴത്തേക്ക് ഉറക്കുന്ന പിന്നെ പിന്നെ എടുത്തു വെക്കുക. പെണ്ണുങ്ങളെല്ലാം എനക്കെല്ലാം എടുത്തു വെക്കാനാവില്ല എന്ന് പറയും. പിന്നെ അതുകൊണ്ട് ഞാൻ ഇപ്പൊ എടുക്കലില്ല, വായിക്കലില്ല എന്ന് പറയുന്ന മറുപടിയാണ്. എന്നാൽ അള്ളാഹ് നമുക്കൊരു ചാൻസ് തന്നിട്ടില്ലേ? CD, ഖുർആന്റെ പരിഭാഷ, വ്യാഖ്യാനം ഒക്കെ ഉള്ള CD ഉണ്ട്. അള്ളാഹിന്റെ സഹായത്താൽ നമ്മുടെ അടുത്ത് കാറില്ലേ, കാറിൽ CD പ്ലെയർ ഇല്ലേ? എന്തെങ്കിലും ഒരു നേരം വേണോ, പോന്ന പോക്കിൽ അത് വെച്ചാൽ പോരെ? കേൾക്കാൻ വേണമെന്ന് വിചാരിച്ചാൽ. ഇനി വീട്ടിൽ നിന്ന് സ്ത്രീകൾക്ക് CH മുഹമ്മദ് പറഞ്ഞ് തലശ്ശേരിയുള്ള പെണ്ണുങ്ങളെ, നിങ്ങൾ 1 മാസത്തിന്റെ അപ്പത്തിന്റെ പൈസ നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റി തരാന്ന്. ഈ അപ്പം ഉണ്ടാക്കുന്ന നേരത്തിന് ഒരു CD അവിടെ പ്ലേ ചെയ്താൽ, ഒരു ടൈപ്പ് അവിടെ വെച്ചാൽ എത്ര സുഖമായിട്ട് കേൾക്കാം. നേരമുണ്ടോ? അന്നേരം മൊബൈൽ ഫോണാണ് അവിടെ വെച്ചിട്ട് അച്കിനെന്താ അച്കിത്ത ഗുമുക്ക് എന്താ ഗുമുക്കിത്ത എന്നിട്ടാണ് റമദാൻ മാസം വരെ പാറ്റുന്നത്. ഇതൊന്ന് കേൾക്കാൻ ഒന്ന് ഓതാ നമുക്ക് നേരെയില്ല. എന്നിട്ട് പറഞ്ഞു നോക്കിയാലോ, നമുക്ക് എല്ലാം ഉണ്ട്. ഖുർആൻ ലേണിംഗ് സ്കൂൾ അവിടെ നടക്കുന്നുണ്ട്. എത്ര ആളുണ്ട്? 12 പെണ്ണുങ്ങളും ഒരു ഇൻസ്ട്രക്ടർ. അത് ചിലപ്പോൾ 11 ആവും, ചിലപ്പോൾ 15 ആവും. അപ്പോ നടത്തുന്ന നമ്മളൊന്ന് വന്ന് നോക്കിയിട്ട്, ഓ ഇൻസ്ട്രക്ടർ എത്തിയിട്ടുണ്ട്, ആൾക്കാരെത്തിയിട്ടുണ്ട്, അസ്സലാമു അലൈക്കും, നടത്തിവ, എന്റെ ബാധ്യത കഴിഞ്ഞു. ഇതാണ് ഈ കോലത്തിലാണ് നമ്മളുടെ ഖുർആനോടുള്ള സമീപനം. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ആലോചിച്ച് മനസ്സിലാക്കാൻ ഈ ഖുർആനെ നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. ആലോചിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നാണ്. നമ്മൾ എന്താ ഖുർആനെ പറ്റി ആലോചിച്ചത്? എന്തെന്നാ ആലോചിച്ചത്? നമ്മള് ഒന്ന് ആലോചിച്ച് നോക്ക്. ലേശം ആലോചിക്കുന്നുകൊണ്ടാണ് നമ്മളിവിടെ കുത്തിരുന്നത്. കുത്തിരിക്കാൻ പറ്റാത്തത്ര ആൾക്കാരുണ്ട്. ഒരു പണിയുമില്ല, പോയിട്ട് മഴയത്ത് അവിടെ ബസ് സ്റ്റോപ്പിൽ വെക്കുന്നുണ്ട്, ഒരു പണിയുമില്ല, കൊടയില്ലാത്തോണ്ട്. അതിവിടെ ഇരുന്നാല് ഈത്തികാപ്പിന് നീയത്തും കൂടി വെച്ചാൽ നല്ലൊരു കൂലി കിട്ടുന്ന ഏർപ്പാടാണ്. അതെന്ത് നമുക്കറിയാം. അത് വണ്ടേ ആ തോന്നുമ്പോൾ തന്നെ നമ്മൾ അറിയും, ഓ മൂപ്പര് ഇന്ന സംഭവമൊക്കെ പറയും. ഏകദേശം കേട്ട് ഹൈയൊരു എക്സ്പീരിയൻസ് ആയി. അവസാനം ഒരു മാർക്കും ഒരു A+ കൊടുക്കും.
B+. CK എന്ത് ഇത് മൂപ്പര് അണ്ടു വന്നേരം ഇത് തന്നെയാ പറഞ്ഞത്. പറയുമ്പോൾ ഇതെല്ലാം ഓർമ്മയാവും. അങ്ങനെ ഒരു മാർക്ക് ഇട്ടിട്ട് തരക്കേടില്ല, കുഴപ്പമില്ല ഇങ്ങനെ പറഞ്ഞിട്ട് കുഴപ്പമില്ല. കഴിഞ്ഞ കൊല്ലം നടത്തിയ പ്രസംഗത്തിന്റെ മെഞ്ഞാൻ നടന്നതിനെക്കാട്ടും നന്നായിട്ടുണ്ട്, ഇന്നലെ നടത്താൻ സംഭവം എന്ന് പറഞ്ഞിട്ട് നല്ല 2 അഭിപ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രേഡിങ് ഇട്ടിട്ട് ബഹുമാനപ്പെട്ട നാം മാറിപ്പോവുകയാണ്. ഈ പറഞ്ഞത് എന്താണ് പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മളും? എന്താണ് ഖുർആനോടുള്ള നമ്മളുടെ സമീപനം? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 11ാം വയസ്സിൽ ഓതിപ്പടിച്ച ഖുർആൻ 23, 33, 34 വയസ്സായി കഴിഞ്ഞാൽ റസൂലുള്ള ഒരു സമൂഹത്തെ മാറ്റിയ കാലായി. ഇപ്പൊ 34 വയസ്സ്, എനിക്കിപ്പോ 40ആയി. നിങ്ങൾ ഓരോരുത്തരെ കൂട്ടിക്കോ. 60, 70 ഒക്കെ എല്ലാ ജാതിയൂടെ കാണുന്നുണ്ട് അല്ലേ? അള്ളാന്റെ ഖുർആന്റെ അന്ന് എത്ര ആയത്തിന്റെ അർത്ഥം അറിയാം നമുക്ക്? ഒരു ഏകദേശ അർത്ഥം. ഫാത്തിഹ ദിവസം 17 ഓതലുണ്ട് മിനിമം, അതിന്റെ അർത്ഥം അറിയാം. കുല്ലുള്ളായത് അങ്ങനെ അറിയാവുന്ന ചെറിയ ചെറിയ സുഹൃത്തുണ്ടല്ലോ, ഇന്നകത്തിനാക്ക നമ്മളെ സ്ഥിരം ഫേവറേറ്റുകൾ. അതിന്റെ അർത്ഥം അറിയാവോ? എവിടെയാണ്, എങ്ങോട്ടേക്കാണ്? അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന ആ ആരോപണത്തിൽ ഞാനും നിങ്ങളും പെടൂല എന്ന് വല്ല തോന്നലുണ്ടോ നമുക്ക്? ഒരു ശ്രമം വല്ലാണ്ട് പഠിക്കുമെന്ന് നമുക്കുണ്ടാവും. അള്ളാഹ്ക്കും അറിയാലോ നമ്മളെ അവസ്ഥ. കച്ചവടം നടത്തിയില്ല ജീവിക്കാനാവൂല, ജോലി ചെയ്തില്ലെങ്കിൽ ജീവിക്കാനാവൂല. എന്നാൽ ഇത് വേറാരോ പഠിക്കേണ്ട, വേറാരോ ചെയ്യേണ്ട ഒരു സംഭവമായിട്ട് നമുക്കിതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഞാൻ ഫിലോസഫി പഠിപ്പിക്കുന്ന ഒരു അമുസ്ലിമായ ഒരു സഹോദരനോട് ഒരിക്കലും ട്രെയിൻ യാത്രയിൽ ഇങ്ങനെ പരിചയപ്പെട്ടു. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ്. അപ്പോ പറഞ്ഞപ്പോ ഇവർക്കറിയാം, അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു. ഇയാളെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഭയങ്കര ബുദ്ധിജീവിയാണ്, ഗവൺമെന്റ് സ്കൂളിൽ ജോലി ചെയ്യാണ്. എന്നിട്ട് മൂപ്പര് സ്വന്തം ചെലവിൽ അവിടെ സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ടാക്കാണ്. കല്യാണം കഴിച്ചിട്ടില്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. ആരൊക്കെ ചെയ്യോ? സ്വന്തം പൈസ കൊണ്ട് ട്രാൻസ്ഫർ ആയി പോകുന്ന സ്കൂളിൽ സ്മാർട്ട് റൂം ഉണ്ടാക്കൽ, PF ഒന്ന് ലോൺ എടുത്തിട്ട്. അങ്ങനെ ലേശം അങ്ങനെ ഒരു സിൻസിയർ ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചറാണ്. അദ്ദേഹം അതിന്റെ പിന്നെ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് ഉണ്ടായപ്പോ അതില് ഫസ്റ്റ് ക്ലാസ്സോ മറ്റോ ടിക്കറ്റ് കിട്ടും. തിരുവനന്തപുരത്ത് പോയാൽ മൂപ്പര് സ്ലീപ്പർ ക്ലാസ്സിലാണ് പോയത്. അപ്പൊ കൂടെ പോയ എല്ലാവരും നല്ല ഫസ്റ്റ് ക്ലാസ് എഴുതിയിട്ട് സ്ലീപ്പറിലാണ് പോയതും വന്നതും. എഴുതി വാങ്ങാം. ഇയാള് പറഞ്ഞു അതെങ്ങനെയാ നമ്മൾ സ്ലീപ്പറിൽ പോയിട്ട് ഇതല്ലേ വേണ്ടി. അങ്ങനെ കൃത്യമായിട്ട് സ്ലീപ്പർ എഴുതി വാങ്ങിയ അത്രയ്ക്ക് നല്ല മനുഷ്യനാണ്. നല്ല അബ്ദുള്ളയും അഷറഫൊക്കെ ഫസ്റ്റ് ക്ലാസ്സും വാങ്ങി. ഈ ഇച്ചങ്ങാതി മുസ്ലിമായ കക്ഷി ഒറിജിനലും വാങ്ങിയ, സ്വർഗത്തിൽ കാപര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ മഹാത്മാഗാന്ധിയുടെ മദർ തെരേസയുടെ ബാക്ക് പോകേണ്ട കക്ഷിയാണ് ഇയാൾ. അങ്ങനത്തെ ആളാണ്. ഞാൻ ചോദിച്ചു, ഇപ്പൊ നമ്മൾ ഖുർആാനൊക്കെ ആയിട്ട് നടക്കുന്ന, ഖുർആൻ ദാവത്തൊക്കെ ആയിട്ട് നടത്തുന്ന വലിയ പ്രസംഗമൊക്കെ നടത്തുന്ന ആളാണല്ലോ. ഞാൻ കിട്ടിയൊരു ചാൻസിൽ മൂപ്പരോട് ദാവത്ത് നടത്താൻ വലിയൊരു കീവറിൽ അങ്ങ് ചോദിച്ചാൽ, നിങ്ങൾ ഖുർആൻ വായിച്ചിട്ടുണ്ടോ? നമ്മളെ ചോദ്യമാണല്ലോ, ഖുർആൻ വായിച്ചിട്ടുണ്ടോ, ഖുർആനെ കുറിച്ച് അറിയാമോ? ഞാനങ്ങ് ചോദിച്ചു. അതിനുശേഷം ഞാൻ പിന്നെ ആരോടും വളരെ സൂക്ഷിച്ചിട്ട് ആ ചോദ്യം ചോദിക്കാറുള്ളൂ. മൂപ്പരോട് പറഞ്ഞു, ഞാൻ ഖുർആൻ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഖുർആൻ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. വായിച്ചില്ല? ഇല്ല, ഞാൻ റമദാൻ മാസത്തിൽ എല്ലാ ദിവസവും നോമ്പെടുക്കാറുണ്ട്. പ്രധാനുഷ്ഠാനം ആരോഗ്യത്തിന് നല്ലതാണ്, ദൈവവുമായിട്ട് നമുക്കൊരു അറ്റാച്ച്മെന്റ് വരും. പിന്നെ ഞാൻ ഖുർആനിലെ ഒരു വചനം വായിച്ചിട്ട് ദിവസം മുഴുവൻ അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. നിങ്ങൾ ചോദിച്ചതുകൊണ്ട് പറയുകയാണ്, ഞാൻ ആരോടും ഇതുവരെ ഇത് പറഞ്ഞിട്ടില്ല. ഞാൻ ഐസായിപ്പോയി. അങ്ങനെ നമ്മളെടുത്തിനോട് ഖുർആൻ വായിച്ചിട്ടുണ്ട്, ഞാനിപ്പോ ഏതാണ്ട് വലിയ വായിച്ചിട്ടുണ്ടാണ് ചോദ്യം. ഞാനും വായിച്ചിട്ടൊന്നുമില്ല. 30 ദിവസത്തിന്റെ എല്ലാ ആയത്തിന്റെ അർത്ഥമൊന്നും ഞാൻ വായിച്ചിട്ടില്ല. അത്യാവശ്യം ഇങ്ങനെ വിഷയാധിഷ്ഠിതമായിട്ട് നോക്കും, ഇങ്ങനെ നോക്കും, ഇങ്ങനെ ഓർമ്മിച്ച് നോക്കും. പിന്നെ ഇങ്ങനെ തഫ്സീർ കിട്ടുമ്പോൾ നേരെ കിട്ടുമ്പോൾ നോക്കും. ബാക്കി അങ്ങ് ഓതി തീർക്കലാണ്. പിന്നെ ലേശം കൺഫ്യൂഷൻ വരുന്ന അതും എല്ലാവിടെ വെക്കും. നോക്കിയിട്ട് ആലോചിക്കാൻ നേരെയില്ല. തഫ്സീർ വായിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവാണ്ടിരിക്കുമ്പോൾ ഒന്ന് നമുക്ക് പിന്നെ ആലോചിക്കാം, അല്ലെങ്കിൽ ഹുമയൂൻ മാഷരെ കാണുമ്പോൾ ചോദിക്കാം ഈ ആയത്തിന്റെ കഥ എന്താ എന്നൊക്കെ വിചാരിച്ചിട്ട് വിടുന്ന നമ്മൾ. ഇവിടെയാണ് മൂപ്പര് പറയുന്നത്, ഞാൻ ഓരോ വചനം വായിച്ചിട്ട് ദിവസം മുഴുവൻ ഇങ്ങനെ ആലോചിക്കും. ഞാൻ സത്യം പറയാം, ഞാൻ ഇന്നേ വരെ ഒരു ആയത്ത് ദിവസം മുഴുവൻ ആലോചിച്ചില്ല. കുറച്ചൊക്കെ ആലോചിച്ചിട്ടുണ്ട്. നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ട് ഒരു ദിവസം മുഴുവൻ ഒരു ആയത്ത്?
ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അന്നു മുതൽ ഖുർആൻ വായിച്ചോ എന്ന് ആരോടും ഞാൻ ചോദിക്കാറില്ല. ഖുർആൻ ഇങ്ങനെ ഉണ്ട്, നമുക്കൊക്കെ വായിക്കണം. ഞാനും വായിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളും വായിക്കുന്നുള്ള പോലത്തല്ലേ പറയാറുണ്ട്. ഇങ്ങനെ എത്രയോ ആളുകൾ ചിന്തിക്കുന്നു. പിന്നെ ഒരു ക്രിസ്ത്യൻ പണ്ഡിതന് കൊടയും കക്ഷത്ത് വെച്ചിട്ട് കോരിച്ചൊരിയുന്ന മഴയത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോ ഇമാം സമക്ഷേരി അയാളോട് ചോദിച്ചു, അല്ല ഈറ്റാലത്തെ മഴ പെയ്യുമ്പോൾ നിങ്ങളെന്താ കൊട തുറക്കാണ്ട്? കൊട തുറന്നിട്ടില്ലേ? ഞാന് ദൈവത്തെക്കുറിച്ച് വിചാരിച്ചിട്ട്, ദൈവത്തെ പറ്റി ആലോചിച്ചിട്ട് ബേജാറായിപ്പോ മഴ പെയ്യുന്നു ഞാൻ അറിയില്ല, ആ ബേജാറിൽ ഇങ്ങനെ നടന്നു പോകുന്നതാണ് ഇയാൾ പറഞ്ഞു. അപ്പൊ സമക്ഷേരി പറഞ്ഞ്, അള്ളാഹ് ഖുർആന്റെ അത് പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിനെ ഭയപ്പെടുക ഉലമാക്കളായിരിക്കും. നിങ്ങളെ പോലത്തെ പണ്ഡിതൻ ദൈവത്തെ ഭയപ്പെട്ടു പോകുന്നത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഖുർആനില്? വളരെ ശരിയാണ്, എനിക്ക് ആലോചിച്ചിട്ട് ബേജാറാണ്. നമുക്ക് അള്ളാഹിനെ പറ്റിയിട്ട് വല്ല ബേജാറും, ഇനി മരണത്തെ പറ്റി പറഞ്ഞാൽ വല്ല ബേജാറുണ്ടോ? നമുക്ക് ബേജാറില്ല, കാരണം അതെല്ലാം വേറെ ആൾക്കാർ മരിക്കുന്നതാണ്, നമ്മള് മരിക്കുന്നത്. എത്ര വയസ്സിൽ മരിച്ചാലും യാതൊരു പ്രശ്നവുമില്ല. ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു 8ാം ക്ലാസ് പഠിക്കുന്ന പയ്യൻ കഴിഞ്ഞ കൊല്ലം ആലപ്പുഴയെന്ന് ഉറക്കത്തിൽ മരിച്ചു. പിന്നെ ആർക്കാ മരിച്ചുകൂടാത്ത്? ഒരു കുഴപ്പമൊന്നുമില്ല, ഒരു അസുഖവും ഇല്ല, തലേദിവസം വരെ കളിച്ചു നടന്ന കുട്ടിയാ. ചെറിയ കുട്ടികൾ വരെ ഇങ്ങനെ പോകുന്നു. ഒരു പനി പിടിച്ച് 3ാമത്തെ ദിവസം പനി പിടിച്ച കുട്ടി മരിച്ചു. നമ്മൾ ഇത് എത്രയായി കേൾക്കുന്നത്, എത്ര വായിക്കുന്നുണ്ട്, എന്നിട്ടൊരു ബേജാറും പ്രശ്നവും നമുക്കില്ല. 90 വയസ്സായ ഉപ്പാപ്പാനോട് റഷ്യയിൽ MBBS കിട്ടിയിട്ട് പോന്ന മോൻ പറഞ്ഞു, ഉപ്പാപ്പ ഞാൻ ഇനി 5 കൊല്ലം കഴിഞ്ഞാ വരൂ, എന്ന് പൈസ അയച്ചു തരൂ, അതുകൊണ്ട് നമ്മളിനി കാണുന്നുണ്ടാവൂല എന്ന് പറഞ്ഞപ്പോ ഉപ്പാപ്പ ചോദിച്ചു, എന്താ മോനെ എനിക്കെന്തോ സൂക്കേടായിട്ട് ചികിത്സിക്കാൻ പോകുന്നതാണ്. 90 മരിക്കാനുള്ള റെഡിനെസ് മുപ്പരില്ല. ഇതാണ് നമ്മളെ കഥ. അറ്റാക്കെല്ലാം ഒന്നും എനിക്ക് വരില്ല, ഞാൻ മെഞ്ഞാന്നും ടെസ്റ്റ് ചെയ്താണ്, ഫുൾ ഓക്കെയാണ്. ECG കഴിഞ്ഞ്, മറ്റേത് കഴിഞ്ഞ്, എക്കോ കഴിഞ്ഞ്, ഒക്കെ കഴിഞ്ഞ്, ഹാർട്ടിന്റെ ഒരു കംപ്ലൈന്റും ഇല്ലാതെ വന്നിട്ടുണ്ട്. ലണ്ടനിന്ന് ഹാർട്ടിന്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ കോഴിക്കോട് ഒരു ഓപ്പറേഷൻ, ഭയങ്കര പൈസക്കാരന്റെ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് അങ്ങനെ മറ്റേ ആളെ ടേബിൾ മുക്കെടുത്തപ്പോ ഇയാൾ അറ്റാക്കായിട്ടൊക്കെ മരിച്ചു. ഡോക്ടർ, ഹാർട്ടിന്റെ ഡോക്ടറാ, മൂപ്പരെക്കാളും വിവരമൊന്നും അതല്ല ഹാർട്ടിനെ പറ്റി നമുക്കില്ലല്ലോ. ഇതിങ്ങനെ പോവുകയാണ്, എന്നിട്ട് നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ഖുർആൻ നമ്മളിൽ ചില പരിവർത്തനം വരുത്തേണ്ടതായിട്ടുണ്ട്. അതെവിടെയൊക്കെയാണ് വരുത്തേണ്ടത് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. എന്റെ ജീവിതം എനിക്കറിയാം. സാമ്പത്തിക ഇടപാട് പണ്ട് കോഴിക്കോട് നിന്ന് പറഞ്ഞിട്ട് ഒരു കക്ഷി രാജ്യാതി എന്നിട്ട് പള്ളിയിൽ ഒരൊറ്റ കുമ്പിട്ട് കിടത്തോ, എന്നിട്ട് പറഞ്ഞു കോന്തലേമലന്റെ സക്കാത്തുണ്ട്, ആരെങ്കിലും അയച്ചെടുത്തോളൂ, നമുക്ക് തരുവാനാവൂല. കൊടുക്കാൻ ചിന്തിക്കാൻ പറ്റുന്നില്ല. അതറിയാം, സംഗതി സക്കാത്തിനെ പറ്റി ക്ലാസ്സൊക്കെ എടുക്കും, പക്ഷെ ഞാൻ കൊടുക്കണ്ടില്ല. അതിന്റെ വകുപ്പൊക്കെ എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്, കാരണം അങ്ങനെയാണ് ഇങ്ങനെ എന്ന് വെച്ചിട്ട് ഇത് കൊടുക്കാത്ത, അതാണ് എന്റെ സ്വഭാവമെങ്കിൽ അതാണ് ഞാൻ പരിശോധിക്കേണ്ടത്. സംഗതി ഞാൻ മീഡിയകളുടെ സ്വാധീനമൊക്കെ പറയും, പക്ഷെ രാത്രി പെണ്ണുങ്ങളും കുട്ടികളും ഉറങ്ങിയാൽ പിന്നെ ഞാൻ സൈലന്റ് ആയിട്ട് TV-യിൽ എനിക്ക് ഒരു ചാനലുണ്ട്, അത് കാണാണ്ട് എനിക്ക് ഉറക്കം കിട്ടൂല. നെറ്റ് പോയാൽ എനിക്ക് 4 ഫോൺ സൈറ്റ് പോയിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടൂല. ഇത് വേറെ ആർക്കും അറിഞ്ഞൂടെ, എനിക്കും അള്ളാഹ്ക്കും മാത്രം അറിയാന്നാണെങ്കിൽ നമ്മൾ അതാണ് സ്വന്തത്തിലേക്ക് നോക്കിയിട്ട് എന്തൊക്കെയാണ് ഓരോരുത്തരുടെ പോരായ്മകൾ അത് നോക്കിയിട്ട് പരമാവധി നന്നാക്കുക, അള്ളാഹുവിലേക്ക് അടുക്കുക, തൗബ ചെയ്യുക. ഖുർആൻ ഈ റമദാനിലെങ്കിലും ഖുർആൻ നമ്മളിൽ എന്തെങ്കിലും ഒരു മാറ്റം, ഖുർആനിൽ എന്തെങ്കിലും ഒരു മാറ്റം, ഒരായത്തെങ്കിലും എന്നെ ചലിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹ് ഖുർആനിലൊരു ചോദ്യം, ഫഅൈന തദ്ഹബൂൻ, നിങ്ങൾ എങ്ങോട്ടേക്കാണോ പോകുന്നതെന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ശരിക്കും ഞാൻ ഇടക്കിടക്ക് ആ ചോദ്യം ആലോചിക്കലുണ്ട്. എനിക്ക് ഇടക്കിടക്ക് ഇത് എന്തെങ്കിലും വരുമ്പോൾ ഞാൻ ആലോചിക്കലതാ, അള്ളാഹ് ചോദിച്ചില്ല എങ്ങോട്ടേക്കാ പോകുന്നതെന്ന്. അള്ളാഹ്ക്കറിയാലോ നമ്മൾ എങ്ങോട്ടേക്കാ പോകുന്നതെന്ന്. നമുക്ക് ഓർമ്മയില്ല എപ്പാ നമ്മൾ വന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റിലുണ്ട്, നമ്മളിങ്ങനെ ഓർമ്മിച്ചിട്ട് എഴുതലുണ്ടെന്നല്ലാണ്ട് ആ വന്ന ഡേറ്റ് നമുക്ക് ഓർമ്മയില്ല, സ്ഥലം ഓർമ്മയില്ല, അന്ന് ആരല്ല നമ്മളെ ഉമ്മാന്റെ അടുത്തുള്ളതെന്ന് ഓർമ്മയില്ല, നമ്മളാരെല്ലാം നോക്കിയെന്ന് ഓർമ്മയില്ല, ആരെല്ലാം ചെറിയടുത്ത് എടുത്ത് നമുക്ക് ഓർമ്മയില്ല. ഒരു സംഗതി അറിഞ്ഞൂടാ. എന്നാ ഇതൊക്കെ അറിയാവുന്ന അള്ളാഹ്, എല്ലാം അറിയാവുന്ന റബ്ബ്. ആ റബ്ബ് നമ്മൾ എവിടത്തോളം പോവും,
എവിടുന്ന് മരിക്കും, ഇതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ഇതൊക്കെ അറിയാവുന്ന റബ്ബാണ് നമ്മളോട് ചോദിക്കുന്നത്, നിങ്ങൾ ഇങ്ങോട്ടേക്കാണോ പോകുന്നത്? ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താ? പോയാലും നിങ്ങൾ എവിടെ എത്തോടോ എന്നാണ്. നിങ്ങൾ പോയാലും എവിടത്തേക്ക് പോകും, അതല്ല അതിന്റെ അർത്ഥം. അങ്ങനല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതർക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇൻഹുവ ഇല്ല ദിക്റുൽ ആലമീൻ, നിശ്ചയമായും ഇത് ലോകർക്കുള്ള ഒരു ഉത്ബോധനമാണ്. ലിമൻ ശാഅ മിൻകും യസ്തഖീം, നേരെ ചൊവ്വേ ജീവിക്കുന്ന ആളുകൾക്കുള്ള ഉത്ബോധനം. നേരെ ചൊവ്വേ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ ഭാഷയിൽ ഒതിയാർക്കത്തിൽ ജീവിക്കുന്നതാണ്. നല്ല നിലക്ക് മര്യാദക്ക് ജീവിക്കുന്നവന് മാർഗം കാണിച്ചു കൊടുക്കുന്ന ഗ്രന്ഥാണ്. നമുക്കിത് മാർഗം കാണിക്കുന്ന ഗ്രന്ഥം അല്ല എന്നാണ് പറയാനുള്ളതെങ്കിൽ നമ്മളുടെ ജീവിതം മര്യാദക്കല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഖുർആനിലേക്ക് മടങ്ങി ഖുർആൻ നമ്മളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തി നല്ല മാറ്റം കിട്ടിയ മുസ്ലിങ്ങളായി മാറിയാൽ നമുക്കാണ് അതിന്റെ ഗുണം. ഖിയാമത്ത് നാളിൽ ഖുർആൻ അതിന്റെ ആളുകൾക്ക് ശുപാർശ പറയും. ഖുർആന്റെ അൽ-ബഖറ പ്രത്യേകിച്ചു ഓരോ സൂറത്ത് നമുക്ക് വേണ്ടി പറയുന്ന അള്ളാന്റെ അടുത്ത് നമുക്ക് വേണ്ടി ഇപ്പൊ ആരാ പറയാ? അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അല്ലാഹ് ഇസ്മായിൽ അതിനെ പഠിച്ചാണ് വിളിക്കുന്നത്. ഹലോ, ഇസ്മായിലെ ഞാൻ പള്ളി തോന്നുന്നു എന്താണ് അത് വീടിൽ എന്നാ പിന്നെ ഞാൻ വരാം. സ്വതക്കല്ലാഹുൽ അദീം വീട്ടിൽ വെച്ച് പോയി വീടിലേക്ക്. അത് കഴിഞ്ഞാന്ന് ആകെയിൽ 20 പേജാന്നൊരു ജുസുകള് കണക്കൂട്ടുന്നാണെങ്കിൽ എത്ര എളുപ്പമാണെന്നറിയാം. 5 വക്ത് നിസ്കാരമുണ്ട്. ഓരോ വക്ത് കഴിഞ്ഞിട്ട് 2 കടലാസ് ഓതിയാവുന്നു. ഒരു ഖത്തം തീർക്കാൻ ഒരു പണിയുമില്ല. തീർന്നില്ല ഖുർആൻ. ഇപ്പൊ എത്രയായി നോമ്പ്? അത്ര ജുസ് തീരണ്ടേ? ഇല്ല. സൗബേൻ എങ്ങനെയാ നിസ്കരിക്കുന്നതെന്ന് നമുക്കല്ലേ അറിയുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള ഉറക്കിന്റെ സുഖം എത്രയാണ്? അന്നേരത്തെ ഖുർആൻ സൗബേൻ നിസ്കരിക്കുന്ന വലിയ കാര്യം എന്നുള്ള ലോറ് നിസ്കരിക്കും. പിന്നെ അന്നേരം എങ്ങനെയാ ഊതുക? അസറിന് ശേഷം അന്നേരല്ലേ ബാക്കിയൊക്കെ വാങ്ങണ്ട്. നോമ്പ് പറഞ്ഞു പിന്നെ യശാവിന് ശേഷം തറാവി. ഇതിന്റെ ഇടയ്ക്ക് എപ്പ നമ്മക്ക് ഊതും നേരം? ഒരു നേരവും നമുക്കില്ല. അങ്ങനെ നേരമില്ലാത്ത ചങ്ങായിയൊക്കെ അള്ളാഹ് ചിലപ്പോൾ ഒരു നേരം ഉണ്ടാക്കി തീർത്ത്. ഒരു വസ്തുവിന് നേരെയില്ലാത്ത കക്ഷിയുള്ളത്. അതൊന്ന് ഇപ്പൊ നമുക്ക് തന്നെ ഒന്നിനും നേരെയില്ല. പങ്ങളാടെ തുറക്കാൻ പോയിട്ടില്ല, ഉമ്മാനെ തിരയുടെ കാര്യമില്ല, നോമ്പായിരത്തിൽ പോയിട്ടില്ല, ഒന്നിനും നേരെയില്ലാത്ത. ഒന്ന് ഇറങ്ങുമ്പോ മഴ പെയ്ത് നമ്മൾ ശ്രദ്ധിച്ചില്ല, അവിടെ ഒരു കല്ലുമ്മൽ വെച്ചതാ, അങ്ങ് വീണ് പിടിക്ക് വേറെ അങ്ങോട്ടെ പിടിച്ച് മെല്ലെ എവിടെയാ കോപ്പറേറ്റീവിലോ മറ്റേ ഏതെങ്കിലും കോപ്പറേറ്റീവിലോ ഏതെങ്കിലും പോയിട്ട് ഒന്നുമില്ല, ഒരു സ്റ്റീൽ ഉണ്ടാവും, ഒരു 6 മാസം കിടക്കണം. ഇന്നെന്താ നേരം എന്നറിയോ? പിന്നെ കിടന്ന് രാന്താ ഇന്നെ കാണാത്ത. ഞാനിങ്ങനെ കാല് വെട്ടി എപ്പോ ഞാൻ വരട്ടോ, അള്ളാഹ് ശിഫിയാക്കട്ടെ. ഞാൻ ഇന്ന് നേരെയില്ല, നാളെ നേരെയില്ല, മറ്റന്നാൾ നേരെയില്ല. ഇതാണ് നേരെയില്ലാത്ത നേരത്താണ് നമ്മൾ ജീവിക്കുന്നത്. നേരം കിട്ടണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പറ്റണം. എന്നാൽ ഇഷ്ടം പോലെ നേരം ഉണ്ടാവും. എന്താ നേരെ അധികമായിട്ട്. ഞാൻ ഇക്കുറത്തെ റമദാനിൽ 3 ഖത്തം തീർത്തു മോനെ. സംഭവം എന്താ? എവിടെ പോയിക്കൂടാ? മുസാബ് എടുക്കാവൂത് തന്നെ 3 അല്ല 30 അങ്ങ് തീരും. അതിന് കാക്കണ്ട. അതിന്റെ മുമ്പേ ഉള്ള നേരം ഉപയോഗിച്ചാലും അള്ളാഹിനോട് പറയാ, അള്ളാഹ് നീ തന്ന ആരോഗ്യം 24 മണിക്കൂർ തന്ന് അതിൽ 1 മണിക്കൂർ 5 നേരത്തെ നിൽക്കാരം പോലും ഇന്നെല്ലാം കൂടി ബാക്കി 1 മണിക്കൂർ ഞാൻ ഓത്തിനും കുറച്ച് ദിക്റിനെല്ലാക്കി. ബാക്കി 22 മണിക്കൂർ എന്റെ കാര്യം തന്നെയാ ചെയ്തത്. 2 മണിക്കൂർ ഞാൻ ചെയ്തിരിക്കുന്നു. പറയാൻ പറ്റുമോ? നമുക്ക് പറ്റുമോ? പറ്റിയാൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ പറ്റേണ്ട ടൈമാണ്. ഇനിയൊരു ടൈമില്ല. അത് ഉറപ്പിച്ചോളാം. കിട്ടിയാ കിട്ടിയെന്നേ ഉള്ളൂ. അടുത്ത കിട്ടിയതൊക്കെ ബോണസാണ്. കിട്ടിയതൊക്കെ എന്റെ കൂടെ പഠിച്ച 3-4 ആൾക്കാർ മരിച്ചിട്ടുണ്ട്. ക്യാൻസറായിട്ട് മരിച്ചെടുത്തിട്ടുണ്ട്. ചെറുപ്പത്തില് അപൂർവ രോഗം ബാധിച്ച് മരിച്ചിട്ടുണ്ട്. ഒരു ആക്സിഡന്റിൽ മരിച്ചിട്ടുണ്ട്. ഒരു തൂങ്ങിച്ചെത്തുണ്ട്. എന്റെ കൂടെ അതേ പ്രായമുള്ള ആൾക്കാരാണ്. ഓരോന്നിപ്പോ ഈ ഭൂമിയിൽ നോക്കിയാൽ കാണാൻ പറ്റൂല. അപ്പൊ അള്ളാഹു നമുക്കൊക്കെ കണക്കാക്കിയ സമയമുണ്ട്. അതുകൊണ്ട് പേടിച്ചിട്ട് ബേജാറാക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനു മുമ്പേ എപ്പോ വിളിച്ചാലും ഇൻഷാ അല്ലാഹ് റെഡി, ഞാൻ റെഡിയാണ്, എന്റെ കാര്യം ഓക്കെയാണ്, ഇത്ര കൊടുക്കാനുണ്ട്, ഇത്ര കിട്ടാനുണ്ട്, ഇത്ര ചെയ്തിട്ട് വേറൊരുത്തരെ ഞാൻ ദ്രോഹിച്ചിട്ടില്ല, ആകുന്ന സഹായമൊക്കെ ചെയ്തിട്ടുണ്ട്, ആകുന്ന പോലെയൊക്കെ അള്ളാഹ് ഇനി ബാക്കി നിന്റെ അടുത്ത് എന്ന് പറയാൻ നമുക്ക് പറ്റണം. അതിനു വേണ്ടി
ഖുർആനിന്റെ ആളുകളായി മാറുക. ആ ഖുർആൻ പരിവർത്തനം വരുത്തുന്ന യഥാർത്ഥ മുഅ്മിനുകളായി മാറാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള അവന്റെ യഥാർത്ഥ മുഅ്മിനുകളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. നല്ലത് പറയാനും നല്ലത് കേൾക്കാനും പിന്തുടരാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. തിന്മ വെടിയാനും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനുമുള്ള ഈമാനികമായ കരുത്ത് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീൻ വറഹ്മനാ യാ അർഹമർ റഹീമീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസ്സലാമു അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.